ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഓരോ ദിവസം തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം എഴുന്നേറ്റ ഉടനെ ഞാൻ എൻ്റെ ചുറ്റുപാടൊക്കെ നോക്കും. എല്ലാം പഴയതുപോലെ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പാക്കിയിട്ടാണ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മുടെ പുഴയൊക്കെ മനോഹരമായിട്ട് ഒഴുകുന്നുണ്ട്. ദേ നമ്മുടെ ചെടി പൂത്തു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം ഞാൻ പിന്നെ കുളിക്കാൻ പോയി കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് എൻ്റെ നോർമൽ മോർണിംഗ് സ്കിൻ കെയർ ആണ്. വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്താം. എന്തോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരാശ്വാസം കിട്ടും. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ സ്കിന്നിനെ കെയർ ചെയ്തു എന്ന് ചിന്തിച്ച് സമാധാനമായിരിക്കും. അത്ര തന്നെ. രാവിലെ നല്ല അന്തരീക്ഷമാണെങ്കിലും കുളിച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചിലപ്പോൾ നല്ല വെയിലായിരിക്കും, ചിലപ്പോൾ നല്ല മഴ, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താണോ ആവോ, ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഇവിടെ എന്നും മഴയാണ്. പണ്ട് ഞാൻ കരുതും ഈ നാട്ടിൽ മഴയൊന്നും ഇല്ലേന്ന്. ഇപ്പോൾ എന്നും മഴ. ഈ മഴ മാറുന്നില്ല. വേനൽക്കാലത്തും മഴയായിരുന്നു, മഴക്കാലത്തും മഴ തന്നെ. എന്താന്തോ അല്ലേ. അതിനുശേഷം ഞാൻ പഠിക്കാനായിട്ട് കയറി. വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. എൻ്റെ സ്റ്റഡിയിൽ എനിക്ക് കുറച്ച് മിസ്റ്റേക്സൊക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതെന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുവഴി നമ്മുടെ സ്റ്റഡിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ കണ്ട് പഠിക്കുമായിരുന്നു. ഇപ്പോഴും വീഡിയോ കണ്ടാണ് കേട്ടോ പഠിക്കുന്നത്. പണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ വീഡിയോ കാണുകയുള്ളായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെറിയ വീഡിയോ കണ്ടാലും അതിൻ്റെ നോട്ട് എഴുതി വയ്ക്കാൻ ശ്രമിക്കും. ചെറിയ രീതിയിലായാലും ഷോർട്ട് നോട്ടായാലും എഴുതി വയ്ക്കാൻ നോക്കും. പണ്ട് വെറുതെ കണ്ട് കളയായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഭാവിയിൽ നമ്മളത് മറന്നു പോകും. പിന്നീട് ആ വീഡിയോ എടുത്ത് നോക്കാമെന്ന് വെച്ചാൽ അതും ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വീഡിയോ കണ്ടാൽ അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. സെക്കൻഡ് വൺ എന്തെന്ന് വെച്ചാൽ, ഈ വീഡിയോ കാണുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു. അറിയാവുന്ന ടോപ്പിക്കോ അറിയാത്ത ടോപ്പിക്കോ എന്തോ 2x സ്പീഡിൽ, 1.7x, 1.5 സ്പീഡിലൊക്കെ എൻ്റെ ബ്രെയിൻ എന്തോ ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഇപ്പോൾ പോകുന്നത്. സോ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. സോ ഇപ്പം നോർമൽ സ്പീഡിൽ വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. തേർഡ് വണ്ണായിട്ട് പറയാനാണെങ്കിൽ, ഞാൻ പണ്ട് നോട്ടിലൊക്കെ ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ നോർമൽ A4 ഷീറ്റിലാണ് എഴുതുന്നത്. അതാകുമ്പോൾ നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. കുട്ടികളൊക്കെ നിന്ന് മീൻ പിടിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എന്തോ പഴയ കാല മെമ്മറിയിലോട്ടൊക്കെ അങ്ങ് പോയി. ഇവിടെ നല്ല മഴ പെയ്യാൻ പോവുകയാണ്. സോ നല്ല കാറ്റുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ 3 ടിപ്പ് ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് വെറും 3 സ്റ്റെപ്സ് ആയിട്ട് തോന്നാം, ബട്ട് ഇത് നിങ്ങളുടെ സ്റ്റഡിയിൽ വലിയ രീതിയിൽ തന്നെ മാറ്റം കൊണ്ടുവരും. അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ടും കാണുന്നതുവരേക്കും ബൈ.